ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान् सगण ललिता श्री विशाखान्वितं हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी मूकं करोति वाचालं पङ्गुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते वृषाय तुभ्यं जयदं सुहृदो पङ्गुर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं परमानंद पाठाय प्रेमवर्षी अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 12-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അസ്ത്ര തേജസ്വഗതയാ നിഹാരം ഇവ ഗോപതി വിധാമന്ദം സന്നികർഷേ പര്യക്ഷതാക ഇതി അസൗ. അസ്ത്ര തേജസ്വഗതയാ നിഹാരം ഇവ ഗോപതി വിധാമന്ദം സന്നികർഷേ പര്യക്ഷതാക ഇതി അശോ. ഹരേ കൃഷ്ണ. हरे कृष्णा। ओ नमो भगवते वासुदेवाय। अस्त्र तेजासो गदया निहारामि भगवतीः विदा मंदम सन्निकर्षे परीक्षदाका इत्यसौ. हरे कृष्ण प्रभुजी. ട്രാൻസ്ലേഷൻ. വിവർത്തനം. സൂര്യദേവൻ ഒരു മഞ്ഞുതുള്ളിയെ ബാഷ്പീകരിക്കുന്ന ലാഘവത്തോടെ ബ്രഹ്മാസ്ത്രതാപത്തെ ഇല്ലാതാക്കുന്നതിൽ ഭഗവാൻ ഏർപ്പെട്ടു. ഗർഭസ്ഥ ശിശുവായിരുന്ന പരീക്ഷിത് മഹാരാജാവ് ചതുർബാഹുവും തേജസ്വിയുമായ ആ രൂപം ആരുടേതെന്ന ചിന്തയിലാകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാദ്. ഹരേ കൃഷ്ണ. ഭഗവാൻ ഉത്തരയുടെ ഉദരത്തില് പ്രവേശിച്ചിട്ട് പരീക്ഷിത് മഹാരാജാവിനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കുന്ന ശ്ലോകമാണ് അല്ലെ. അപ്പൊ ആ എപ്പിസോഡാണ് നമ്മൾ വായിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് ഏത് രൂപത്തിലാണ് പരീക്ഷിത് മഹാരാജാവിന്റെ ദർശനം? പരീക്ഷിത് മഹാരാജാവിന് ദർശനം കൊടുക്കുന്നത് ചതുർഭുജ അല്ലെ. ചതുർഭുജ. അതില് പ്രത്യേകിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ ആ തേജസ്സിനെ കൗണ്ടറാക്ട് ചെയ്യുന്നത്? ചക്രം കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഗദ അല്ലെ. ആദ്യമായിട്ടാണ് ഗദ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും എന്താണ് ഉപയോഗിക്കുക? ചക്രമാണ്. അപ്പൊ ഈ എപ്പിസോഡില് ഈ ഇതില് ഭഗവാൻ ഗദയാണ്. ഗദ അങ്ങനെ ചുറ്റിയിട്ട് അതിനെ ഇല്ലാതാക്കുന്നു, അതിനെ കൗണ്ടറാക്ട് ചെയ്യുന്നു. അപ്പോ
പരീക്ഷിത് മഹാരാജ് അത്ഭുതപ്പെടുകയാണ്, ആരാണ് എന്നെ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി, എന്താണ് ഈ ബ്രഹ്മാസ്ത്രം ഒന്നും അറിയില്ല. അത് അദ്ദേഹം അമ്മയുടെ ഉദരത്തിലാണ് അല്ലെ. അപ്പോ എന്തിനാണ് എന്നെ രക്ഷിക്കുന്നത് ഒന്നും അറിയില്ല. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് നമേ ഭക്ത പ്രണശ്യതി അല്ലെ. ഭഗവാൻ അർജുനോട് പറയാൻ വേണ്ടി പറയുന്നത്, എന്റെ ഭക്തന്മാര് ഒരിക്കലും നശിക്കില്ല, എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യും. പരീക്ഷിത് മഹാരാജാവിനെ പ്രത്യേകിച്ച് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഭക്തനായിരുന്നു ഭഗവാന്റെ. ഭക്തനല്ലേ? ഭക്തൻ അതിന് ജനിച്ചിട്ടില്ലല്ലോ, ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഭക്തമാവുന്നത്? കുന്തിയുടെ പൗത്രനല്ലേ? ആ, ധർമ്മപുത്രരുടെ പാണ്ഡവന്മാരുടെ പൗത്രനാണ്. അപ്പൊ അവര് നല്ല ഭക്തന്മാരാണ്. പിന്നെ ഭഗവാൻ അറിയാം, ഈ പരീക്ഷിത് മഹാരാജ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോ ഈ വായിക്കുന്ന ശ്രീമദ് ഭാഗവതം കിട്ടില്ല അല്ലേ. ഭാഗവതം വരാൻ അതിന്റെ അപ്പിയറൻസിന് ഒരു കാരണം വേണ്ടേ. അപ്പൊ അതൊരു ലീലയാണ്. അപ്പൊ പരീക്ഷിത് മഹാരാജും മാതാജി പറഞ്ഞ പോലെ ഡിവോട്ടിയാണ് തീർച്ചയായിട്ടും. കാരണം ഭഗവാൻ അറിയാം പരീക്ഷിത് മഹാരാജാവ് ആരുടെ വംശത്തിലാണ്, പാണ്ഡവന്മാരുടെ വംശത്തിലാണ് ജനിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജും മറ്റു പാണ്ഡവന്മാരും നല്ല റൈറ്റസ്റ്റ് ക്ഷത്രിയന്മാരാണ്. അപ്പൊ അവരുടെ വംശജരാണ്. പിന്നെ ഈ പരീക്ഷിത് മഹാരാജാവിന്റെ കാരണമാണ് നമുക്ക് ഈ ഭാഗവതം കിട്ടാൻ പോകുന്നത്. അപ്പൊ നല്ലൊരു ഭക്തനും കൂടിയാണ്, അറിയാം, മുൻകൂട്ടി അറിയാം. അപ്പൊ ആ പരീക്ഷിത് മഹാരാജാവിന് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോ ആകെ അത്ഭുതം. ആ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് ഭയങ്കര അത്ഭുതം. ഭഗവാൻ തന്നെ രക്ഷിച്ചു. അപ്പൊ ഭഗവാൻ ഉത്തരയുടെ ഉദരത്തില് പ്രവേശിച്ചു. ഭഗവാൻ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുന്ന പോലെയല്ല. ഭഗവാൻ ഓംനി പ്രസന്റ് ആണ്. ഓംനി പ്രസന്റ് എല്ലാ സ്ഥലത്തുണ്ട്, എല്ലാ കണങ്ങളിലുണ്ട്. ഇപ്പൊ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഈ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഭഗവാൻ എല്ലാ കണങ്ങളിലുണ്ട്. ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം ത്വഹം മത അന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാം അപി. എല്ലാ സാധുക്കളുടെയും ഹൃദയത്തിൽ ഞാനുണ്ട്. എല്ലാ സാധു ഹൃദയം, എല്ലാവരുടെ ഹൃദയത്തിലും ഞാനുണ്ട്. അതേപോലെ ഭക്തന്മാരും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഭക്തന്മാർക്ക് എന്നെ മാത്രമേ അറിയുള്ളൂ, എനിക്കും ഭഗവാനെ മാത്രമേ അറിയുള്ളൂ. അല്ല, എനിക്കും ഭക്തന്മാരെ മാത്രമേ അറിയുള്ളൂ. ഇതാണ് ഭക്തന്മാരുടെയും ഭഗവാൻ തമ്മിലുള്ള ആ ഒരു ബന്ധം. അപ്പൊ ഭഗവാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു, അതായത് ഭഗവാൻ എല്ലാവരും ഹൃദയത്തിൽ കാണുന്നുണ്ട്, പക്ഷെ ഉദരത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്, നമ്മുടെ അമരേന്ദ്ര പ്രഭുവിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്, ഉത്തരായണ എന്നുള്ള പേരുണ്ട്. ഉത്തരയുടെ ഉദരത്തിലെ ഷെൽട്ടർ എടുത്ത ആളെ എന്ന രീതിയിൽ ഉത്തരായണ. അപ്പോ ഭീഷ്മ പിതാമഹൻ ഈ ഉത്തരായണനെയാണ് കാത്തിരുന്നത്, അല്ലാണ്ട് മറ്റേ ഉത്തരായണല്ല അല്ലേ. സൂര്യൻ 6 മാസം അങ്ങോട്ടും 6 മാസം ഇങ്ങോട്ടും ചതിന് ആ ഉത്തരായണല്ലേ. ശരിക്ക് അതൊരു എക്സ്റ്റേണൽ മീനിങ് ആണ് കൂടി. ആക്ച്വലി ഭഗവാൻ എന്നുള്ള ആ ഉത്തരായണം എന്നുള്ള ഭഗവാനെയാണ് കാത്തിരുന്നത്. ഭഗവാൻ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ ദർശനം കിട്ടിയിട്ട് ഇച്ഛാമൃത്യു, അതാണ് അവിടെ. അപ്പോ ഉത്തരയുടെ ഉദരത്തിൽ വന്നുകൊണ്ട് അമ്മയായിട്ടും കാണുന്നുണ്ട് ഉത്തര അല്ലേ. ഗർഭശിശു അപ്പൊ ആരാണ് ആ ഗർഭം ധരിക്കുന്നത്? അവരമ്മയായിട്ടും കാണുന്നു. അപ്പൊ ഈ പരീക്ഷിത് മഹാരാജാവിന്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കുക. ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന രൂപത്തിൽ തന്നെ ഭഗവാന്റെ ദർശനം കിട്ടി. അപ്പോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ജനിച്ച ശേഷം ആരായിരുന്നു വ്യക്തി, അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന് പരീക്ഷിക്കുന്നവൻ, എക്സാമിൻ ചെയ്യുന്നവൻ. പരീക്ഷിത് മഹാരാജാവിന്റെ ശരിക്കുള്ള പേരെന്താണ്? വിഷ്ണുരാധ, അതായത് പ്രൊട്ടക്റ്റഡ് ബൈ വിഷ്ണുരാധ എന്നാണ്. പക്ഷെ പരീക്ഷിത് എന്നുള്ള പേര് അത് എപ്പോഴും ഏത് വ്യക്തിയാണോ ഞാൻ ഈ ഗർഭപാത്രത്തിൽ അമ്മയുടെ ഉദരത്തിൽ കണ്ടത്, ആ വ്യക്തിയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പരീക്ഷിത് എന്ന പേര് കിട്ടി. ഇപ്പൊ ഭഗവാൻ ഒമ്നി പ്രസന്റ് ആണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്, ഓരോ കണങ്ങളിലുണ്ട് അല്ലേ. അപ്പോ ആ ഭഗവാന്റെ ആ പ്രസൻസ് ഭക്തന്മാർക്ക് അറിയുള്ളൂ, അല്ലാത്ത ആർക്കും അറിയില്ല. ഇപ്പൊ ശുദ്ധ ഭക്തന്മാർക്ക് അറിയാം ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഭഗവാൻ തന്റെ ഹൃദയത്തിലുണ്ട്.
ആൻഡ് ഭക്തന്മാര് ഭഗവാന്റെ ഹൃദയത്തിലുണ്ട്. അപ്പോ ഭഗവാൻ വിചാരിച്ചാൽ ആരെ കൊല്ലാൻ സാധിക്കും, ആരെ രക്ഷിക്കാൻ സാധിക്കില്ല. ആരെ വേണമെങ്കിൽ കൊല്ലാം, ആരെ വേണമെങ്കിൽ രക്ഷിക്കാം. കൃഷ്ണ രാഖേ മാരേക്കോ, മാരെ കൃഷ്ണ രാഖേക്കോ, അല്ലെ? അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. കൃഷ്ണൻ വിചാരിച്ചാൽ ആരെയും കൊല്ലാൻ പറ്റും, കൃഷ്ണൻ വിചാരിച്ചാൽ ആരെയും രക്ഷിക്കാനും പറ്റും. പ്രഭുപാദരെ ഒരു ഡിസൈബിൾ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു മുസ്ലിമാണ് അദ്ദേഹം. അദ്ദേഹം തന്റെ മുല്ല പ്രഭാഷണം ചെയ്ത സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടാന്നല്ലേ പറയുന്നത്. അപ്പൊ ഭഗവാൻ സ്റ്റൂൾ മലത്തിലുണ്ടോ ചോദിച്ചു. അപ്പൊ അവർക്ക് ദേഷ്യം വന്നു, മുല്ലയ്ക്ക് ദേഷ്യം വന്നു. എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഭഗവാൻ മലത്തിലോ? സ്റ്റൂളിൽ ഭഗവാൻ ഉണ്ടാവേ? അപ്പൊ അദ്ദേഹം ദേഷ്യം. അപ്പൊ അദ്ദേഹത്തിന്, അതായത് എല്ലാ സ്ഥലത്തുണ്ടെങ്കിൽ ഈവൻ ഉണ്ടായിരിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല. ഒരു ദിവസം അദ്ദേഹത്തിന് ബാക്ക് ടു ഗോഡ് മാഗസിൻ കിട്ടി. അതിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, കൃഷ്ണ ഈസ് പ്രസന്റ് എവരിവെയർ ഈവൻ ഇൻ ദ സ്റ്റൂൾ ബട്ട് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദാറ്റ്. അതായിരുന്നു എൻ്റെ ആ ആർട്ടിക്കിളിന്റെ ക്യാപ്ഷൻ. കൃഷ്ണ ഈസ് പ്രസന്റ് എവരിവെയർ ഈവൻ ഇൻ സ്റ്റൂൾ ബട്ട് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അപ്പൊ ഇത് എവിടുത്തെ ആരുടെ ഫിലോസഫിയാണ് എന്താണ് അന്വേഷിച്ചിട്ട് അതിൽ കണ്ട അഡ്രസ്സ് കൊണ്ട് പോയി. അപ്പോൾ ഒരു ഹരേകൃഷ്ണ ടെമ്പിളിലെത്തി. അമേരിക്കയിൽ എവിടെയാണ്, എക്സൈലിൽ അറിയില്ല. അവിടെ ചെന്നപ്പോ പറഞ്ഞു, എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഫിലോസഫി അറിയണം. അപ്പോൾ അവിടെ മംഗളാരത്തി നടക്കുന്ന സമയമാണ്. അപ്പൊ ഭക്തന്മാർ പറഞ്ഞു, ഇതൊക്കെ അറിയാം, ഭാരതം ക്ലാസ് നടക്കുന്നുണ്ട്, ഭാരതം ക്ലാസ്സിൽ ഇങ്ങനത്തെ ചർച്ചയൊക്കെ ചെയ്യാം. അപ്പോ ആരതി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ നരസിംഹാരത്തി, തുളസി ആരത്തി, അത് കഴിഞ്ഞ് ജപം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ഉള്ള സമയത്ത് ഈ ചോദ്യം ചോദിച്ചു, ഭഗവാൻ എല്ലാ ദിക്കിലുണ്ടോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഭഗവാൻ ഈവൻ ഇൻ ദ സ്റ്റൂൾ ബട്ട് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്. അപ്പൊ എന്താണ്? അപ്പൊ ഭഗവാൻ ദ്വന്ദ്ങ്ങളിൽ അകപ്പെടുന്നില്ല, 3 ഗുണങ്ങളിൽ അകപ്പെടുന്നില്ല. ഭഗവാന് നല്ലതും ചീത്തയില്ല, ദുഃഖം സന്തോഷം അങ്ങനെയൊന്നുമില്ല. എല്ലാം ദ്വന്ദ്ങ്ങളിൽ അതീതമാണ്. അതുകൊണ്ട് ഭഗവാൻ ന്യൂട്രലാണ്. ഭഗവാന് അങ്ങനത്തെ യാതൊന്നുമില്ല. ഈവൻ ഭഗവാന്റെ ഭക്തന്മാർക്കും അങ്ങനെയില്ല. ഋഷഭദേവൻ നമുക്കറിയാം. ഋഷഭദേവൻ അവർ ഒരു അവധൂതനായിട്ടായിരുന്നു, നഗ്നനായിട്ട്. ആ വിഷ്ണുദേവന്റെ മലത്തിന്ന് ഫ്രാഗ്രൻസ് ആണ് വന്നിരുന്നത്. അപ്പൊ അവിടെ നല്ലത് ചീത്ത അങ്ങനെയൊന്നുമില്ല. അപ്പോ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ദ്വന്ദ്ങ്ങളിൽ പെടാതെ 3 ഗുണത്തിന്റെയും അതീതമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ. അപ്പോൾ ഈ ഫിലോസഫി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തു. അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രഭുപാദ ഇനീഷ്യേഷൻ ചെയ്തു. ഇനീഷ്യേഷന്റെ പേരെന്താണെന്നറിയോ? രാവണ ഹരിദാസ്. അദ്ദേഹത്തിന്റെ പേര് ജീവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, രാവണ ഹരിദാസ്. അപ്പൊ അങ്ങനെ ഫിലോസഫി, നമ്മുടെ ഫിലോസഫി ദ ബെസ്റ്റ് ഫിലോസഫി, ഗൗഡിയ വൈഷ്ണവ ഫിലോസഫി ഇസ് ദ ബെസ്റ്റ്. എന്തിനും ഒരു വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അതുകൊണ്ട് അദ്ദേഹം ഭക്തനായി ഇനിഷ്യേഷൻ കഴിഞ്ഞിട്ട് രാവണ ഹരിദാസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ മാത്രമല്ല, ഭക്തന്മാരും അതേപോലെ ആചാര്യന്മാരും അതിനെ വളരെ കൺവിക്ഷനോട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് പറയുന്നത്. ഈവൻ നാരദ മഹർഷി തൻ്റെ അമ്മയുടെ മരണശേഷം പോയി എവിടേക്ക്? ഭഗവാൻ അന്വേഷിച്ച്, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഇതെല്ലാം അന്വേഷിച്ച് പട്ടണങ്ങളും ഗ്രാമങ്ങളും മലകളും പുഴകളും എല്ലാം താണ്ടി സഞ്ചരിച്ച സമയത്ത് ഭഗവാനെ ധ്യാനിക്കാൻ ഇരുന്നു. അപ്പോ ഭഗവാനെ മേടിച്ചു കൊണ്ട് നാരദ മഹർഷിക്ക് ഭഗവാനെ കാണാൻ പറ്റി. എവിടെ? ഹൃദയത്തിൽ, അല്ലേ? പക്ഷെ വളരെ കുറച്ച് സെക്കൻഡിനെ കാണാൻ പറ്റും. ഉടനെ ഭഗവാൻ അപ്രത്യക്ഷപ്പെട്ടു. എന്നോട് പറഞ്ഞു, നാരദ ഈ ജന്മത്തിൽ ഇനി കാണില്ല, ഇനി അങ്ങ് നാരദ മഹർഷിയായിട്ട് വരും. അപ്പോൾ എപ്പോഴും എൻ്റെ അസോസിയേഷൻ അങ്ങേക്കുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ തൻ്റെ ഹൃദയത്തിനും എക്സ്റ്റേണൽ ആയിട്ടും, ധ്രുവ മഹാരാജാവിന് എക്സ്റ്റേണൽ ആയിട്ട്, അല്ലെ, അവിടെ വിഷ്ണു രൂപത്തിലാണ് വന്നത്. ഇവിടെ ഉദരത്തിലെ അങ്കുഷ്ട, അല്ലെ, ഒരു തമ്പിന്റെ സൈസിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കാണാൻ സ്യൂട്ടബിൾ ആണ് ആ ഫോമിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക. അപ്പൊ നമ്മൾ മെറ്റീരിയലി
ഓറിയന്റഡ് ആയിട്ട് ആൾക്കാർ, മെറ്റീരിയൽ ഡിവോട്ടീസ്, കാരണം നമ്മുടെ ഭക്തന്മാരായിട്ടില്ലേ. അപ്പൊ അവർ നമുക്ക് അർച്ചവിഗ്രഹത്തിൽ ഭഗവാൻ ദർശനം തരുന്നു. അതും ഭഗവാൻ തമ്മിൽ യാതൊരു അന്തരമില്ല. പക്ഷെ നമുക്ക് ശരിക്ക് ഭഗവാനെ കാണാനുള്ള, ആ സച്ചിദാനന്ദമായിട്ടുള്ള ആ ഭഗവാനെ കാണാനുള്ള സെൻസസ് ഇല്ല, അതിനുള്ള പ്യൂരിറ്റി ഇല്ല. അതുകൊണ്ട് ഭഗവാൻ അർച്ചവിഗ്രഹത്തിൽ നമുക്ക് ദർശനം തരുന്നു. അതുമാത്രമല്ല, ഭഗവാൻ നാമപ്രഭുവായിട്ട് വരുന്നു അല്ലെ. ഭഗവാൻ കലികാലത്തില് നാമപ്രഭുവായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ നാവിന്റെ തുമ്പത്ത് നൃത്തം വയ്ക്കുന്നു എന്നാ പറയുന്നത്. അപരാധങ്ങളില്ലാണ്ട് വളരെ സിൻസിയറായിട്ട് നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ നാവിന്റെ തുമ്പത്ത് നൃത്തം വയ്ക്കുന്ന പറയുന്നത്. ചൈതന്യ മഹാപ്രഭു 4 സ്ഥലത്ത് എപ്പോഴും പ്രത്യക്ഷമായിരിക്കും. എവിടെയാണെങ്കിലും ശരി, ഏത് സ്ഥലത്തായി 4 സ്ഥലത്ത് എപ്പോഴും ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എവിടെയൊക്കെയാണെന്ന്? നാമജപം അതൊരു ബ്രോഡ് ആയിട്ടുള്ളതാണ്. അറിയില്ല. ഓക്കെ, ശ്രീവാസാങ്കലില് എപ്പോ അവിടെ നാമസങ്കീർത്തനം നടത്തുന്നുവോ അപ്പൊ ചൈതന്യ മഹാപ്രഭു എവിടെയാണെങ്കിലും ശരി ഭഗവാൻ. അപ്പോ ജഗന്നാഥ്പുരിയിലാണ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇവിടെ നവദ്വീപില് നാമസങ്കീർത്തനം നടക്കുകയാണ് ശ്രീവാസ അങ്ങനെ വെച്ചാൽ അവിടെ അപ്പോ ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരിക്കും. എങ്ങനെ? ഫിസിക്കൽ ഡിസ്റ്റൻസ് ബാധകമല്ല ഭഗവാന് എല്ലാ കണത്തിലുണ്ട്. അവിടെ പ്രത്യക്ഷപ്പെടുക, അവിടുന്ന് നമ്മുടെ ദൃശ്യത്തിൽ നിന്ന് മറിയുക, അപ്രത്യക്ഷപ്പെടുക. ഭഗവാൻ എവിടെ നിന്നും വരുന്നില്ല, എവിടേക്കും പോകുന്നില്ല, എല്ലാ ദിക്കിലും ഉണ്ട് ഭഗവാൻ. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ നമ്മൾ യാതൊരു വ്യത്യാസം, അവതാരിയാണ്, കൃഷ്ണൻ അവതാരിയാണ്, ചൈതന്യ മഹാപ്രഭുവും അവതാരിയാണ്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ അങ്കനില് എപ്പോഴൊക്കെ നാമസങ്കീർത്തനം നടക്കുന്നോ അപ്പൊ അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ നിത്യാനന്ദ പ്രഭു എപ്പോഴൊക്കെ നാമസങ്കീർത്തനം ചെയ്യുന്നു അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സച്ചിമാത ഭഗവാന് ഭോഗ അർപ്പണം ചെയ്യുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു എവിടെയാണെങ്കിലും ശരി അത് വന്ന് ഓണർ ചെയ്യും. ദാമോദര പണ്ഡിതനോട് പറഞ്ഞു, അയച്ചു ചൈതന്യ മഹാപ്രഭു തന്റെ അമ്മയോട് പറയാൻ, അതായത് അമ്മ ഉണ്ടാക്കുന്ന ഭോഗം അത് ഭഗവാൻ അർപ്പിക്കുന്ന സമയത്ത് അതിന് ശേഷം ഞാൻ അത് ഓണർ ചെയ്യാൻ എപ്പോഴും എത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇന്ന ഭോഗമല്ലേ ഓഫർ ചെയ്ത്, അത് ഞാൻ കഴിച്ചു, എനിക്ക് വളരെ സന്തോഷമായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ദാമോദര പണ്ഡിതനോട് പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് പറഞ്ഞു വെച്ചു ആരെ? ചൈതന്യ മഹാപ്രഭു. അപ്പോ സത്യമാത തന്റെ സ്വന്തം അമ്മ എപ്പോഴൊക്കെ ഭഗവാന് ഭോഗ അതൊക്കെ അവിടെ ചെന്നിട്ട് അത് ഓണർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രാഘവ പണ്ഡിത്ത് എവിടെ എപ്പോഴൊക്കെ ഭഗവാൻ ഭോഗം അർപ്പിക്കുന്നു അപ്പൊ അവിടെ ഉണ്ടായിരിക്കും. ഈ 4 സ്ഥലത്തും എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. പാനിയട്ടി ഫെസ്റ്റിവലിന് നമുക്കറിയാം അല്ലെ, പാനിയട്ടി ഫെസ്റ്റിവലിന് അത് കഴിഞ്ഞിട്ട് രാഘവ പണ്ഡിത്തിന്റെ അവിടെ പ്രസാദത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വിപുലമായിട്ടുള്ള പ്രസാദം രാഘവ പണ്ഡിത്ത് ഉണ്ടാക്കും. വളരെ ഇഷ്ടമാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോ ഭഗവാന് ദൂരത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല. ഉത്തരത്തില് എൻട്രി ചെയ്യണമെങ്കിൽ, പ്രവേശനെങ്കിൽ പുറത്തുനിന്ന് വരണ്ടാവില്ല, എല്ലാ കണങ്ങിലുണ്ട്. പ്രഹ്ലാദനോട് ചോദിച്ചു ഹിരണ്യകശിപു, തന്റെ ഭഗവാൻ വിഷ്ണു എവിടെ? ചൂണ്ടിക്കാണിക്കുക, ഈ തൂണിലുണ്ടോ? ഉണ്ട്. അപ്പൊ തന്നെ വന്നില്ലേ ഭഗവാൻ? അതിനു മുമ്പ് നരസിംഹ വേഷം ധരിച്ചിട്ട് അവിടെ തൂണിൽ പോയിട്ട് വിളിച്ചിരിക്കുകയല്ലേ ചെയ്ത്. ഭഗവാന് ഏത് സമയത്തും എവിടെ നിന്നും ഏത് രൂപത്തിലും ഭാവത്തിലും വരാൻ പറ്റും. അതാണ് ഭഗവാൻ ആൾ പെർവേസീവ് ആണ്, നമ്മളും ആൾ പെർവേസീവ് ആണ്. എന്താണ് വ്യത്യാസം? ഭഗവാനും നമ്മളുടെയും ആൾ പെർവേസീവ്നെസ്, അതിന്റെ വ്യത്യാസം എന്താണ്? നമ്മൾ ലോക്കലി ആൾ പെർവേസീവ് ആണ്. ഈ ശരീരത്തിൽ മാത്രമേ എൻ്റെ പ്രസൻസ് ഉള്ളൂ, എൻ്റെ കോൺഷ്യസ്നെസ്, എൻ്റെ ചേതന സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. ഭഗവാന്റെ ഈ ക്രിയേഷൻ, സ്പിരിച്വൽ മെറ്റീരിയൽ ക്രിയേഷൻ, എല്ലാ സ്ഥലത്തും, എല്ലാ നുക്ക് ആൻഡ് കോണിലും, എല്ലാ അണുക്കളിലും ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ പ്രസൻസ് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആണ് ജീവാത്മാക്കളുടെ. അപ്പൊ എൻ്റെ ശരീരത്തിന് അപ്പുറത്ത് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് വയറുവേദനുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ എല്ലാം അറിയാം, കാരണം ഭഗവാൻ എല്ലാത്തിനും ഉണ്ട്.
അതാണ് വ്യത്യാസം. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. നമ്മൾ ഭഗവാന്റെ അംശമാണ്. മമ്മൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്നാണ് പറയുന്നത്. ഭഗവാന്റെ എറ്റേണൽ പാർട്സ് ആണ് നമ്മൾ. പക്ഷേ എന്താണ്? അംശമാണ്. ഇൻഫിനിറ്റിസിമൽ. ഭഗവാൻ ഇൻഫിനിറ്റ്. അപ്പോൾ ആ ഭഗവാന്റെ ആ മേഴ്സിയാണ് ഇവിടെ ആർക്ക്? പരീക്ഷിത് മഹാരാജാവിന് കിട്ടിയത്. പരീക്ഷിത് മഹാരാജാവിനെ പ്രൊട്ടക്ട് ചെയ്തു. ധർമ്മത്തിനെ ആര് രക്ഷിക്കുന്നോ അവരെ ധർമ്മം രക്ഷിക്കുന്നു, അല്ലേ? അതല്ലേ പറയുന്നത്? ധർമ്മോ രക്ഷതി രക്ഷിത. ആരാണോ ധർമ്മത്തിനെ രക്ഷിക്കുന്നത്, ധർമ്മം അവരെ രക്ഷിക്കുന്നു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജവും മറ്റു പാണ്ഡവന്മാരും എല്ലാം റൈറ്റസ്റ്റ് റിലീജിയോസിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ധർമ്മത്തെ രക്ഷിക്കുന്ന ആൾക്കാരാണ്, ധർമ്മത്തെ പാലിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷിക്കും. പാർപ്പോട്ടില്ല. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ടെക്സ്റ്റ് 11. വിദൂയതദമേ ആത്മാ ഭഗവാൻ ധർമ്മ ഗുബ്വിഭൂ മിഷതോ ദശമാസസ്യ തത്രൈവാന്തർധതേ ഹരി. വിധൂയ തദമേ ആത്മാ ഭഗവാൻ ധർമ്മ ഗുബ്വിഭൂ മിഷതോ ദശമാസസ്യ തത്രൈവാന്തർധതേ ഹരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. വിധൂയ തദമേ ആത്മാ ഭഗവാൻ ധർമ്മ വിഭുഃ മിഷതോ ദശമാസസ്യ തത്രൈവാന്തർധതേ ഹരിഃ. വിവർത്തനം and ഭാവാർത്ഥം by His Divine Grace A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki jai. അവണ്ണം ഗർഭസ്ഥ ശിശുവായ പരീക്ഷിത് മഹാരാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനായ പരമദിവ്യോത്തമ പുരുഷനും ഏവരുടെയും പരമാത്മാവും സതാത്മാക്കളുടെ സംരക്ഷകനും സർവവ്യാപിയും കാലദേശങ്ങൾക്ക് അതീതനുമായ ഭഗവാൻ ശിശു വീക്ഷിച്ചുകൊണ്ടിരിക്കെ തൽക്ഷണം അപ്രത്യക്ഷനായി. ഭാവാർത്ഥം. ഭാവാർത്ഥം. മാതാജി ഭാവാർത്ഥം വായിക്കണ്ട, ഞാൻ വായിച്ച് പറഞ്ഞോളാം. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. Hare Krishna. While thus being observed by the child, the Supreme Lord, Personality of Godhead, the super soul of everyone and the protector of the righteous, who stretches in all directions and who is unlimited by time and space, disappeared at once. അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ഭഗവാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി, അദൃശ്യമായി. അതായത് ഭഗവാൻ തന്റെ ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. ഏത് പരിസ്ഥിതിയിലും തന്റെ ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അർജുനോടാണ് പ്രത്യേകിച്ച് പറയാൻ പറയുന്നത്. നമ്മെ ഭക്ത്യ പ്രണശ്യതി. ഒരിക്കലും എന്റെ ഭക്തന്മാരെ നശിക്കില്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യും. യോഗക്ഷേമം മഹാമ്യഹം. എന്താണ് ഭക്തന്മാർക്ക് വേണ്ടത് അത് പ്രിസർവ് ചെയ്യും, എന്താ ഇല്ലാത്തത് അത് കൊടുക്കും. ഹു സ്ട്രെച്ചസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. 10 ഡയറക്ഷനിലുണ്ട്, എല്ലാ ഡയറക്ഷനിലും ഭഗവാനുണ്ട്. ആൻഡ് ഹു ഇസ് അൺലിമിറ്റഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. ഭഗവാൻ ഈ സമയത്തിന്റെയും സ്പേസിന്റെയും അധീനത്തിലല്ല. നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ഒരു സ്റ്റേറ്റ് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യം വിട്ടിട്ട് വേറെ രാജ്യത്തിലേക്ക് പോവാൻ നമുക്ക് വിസ വേണം, അല്ലേ? ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. നമുക്ക് ഇന്ത്യ വിട്ടിട്ട് പുറത്ത് പോകണമെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് ഫ്രീഡം ഉണ്ടെങ്കിലും തന്നെ റെഗുലേറ്റഡ് ഫ്രീഡം ആണ് നമുക്കുള്ളത്. എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ഭഗവാൻ അങ്ങനെയാണല്ലോ? അല്ല. ഭഗവാൻ എന്തും ചെയ്യാം. എന്ത് ചെയ്യുന്നതും ഭഗവാൻ അത് പെർഫെക്റ്റ് ആയിരിക്കും ചെയ്യും. അത് ധർമ്മമാണ്, അത് റിലീജിയസിറ്റിയാണ്. പക്ഷെ നമ്മുടെ വി ആർ കണ്ടീഷൻ, ബദ്ധാത്മാക്കളാണ്, കണ്ടീഷൻ സോൾസ്. വി ആർ ലിമിറ്റഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. ഈവൻ ഒരു രാജ്യത്തില് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഈവൻ ട്രാഫിക് ലോസ്, അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻ, ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല. ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്ക് ഫോളോ ചെയ്യണം. ഭഗവാൻ സംബന്ധിച്ചോളം ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ബോത്ത് ക്രിയേഷൻ, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ക്രിയേഷന്റെ മാസ്റ്റർ, പ്രൊപ്പറേറ്റർ, കൺട്രോളർ, എൻജോയർ, ഇതെല്ലാം ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ ആരും കൺട്രോൾ ചെയ്യാനില്ല. ഭഗവാൻ സ്വതന്ത്രനാണ്, നമ്മൾ സ്വതന്ത്രരല്ല. നമുക്ക് തന്ന സ്വാതന്ത്ര്യം വളരെ മൈന്യൂട്ടാണ്. ഈ വ്യത്യാസമാണ് ഭഗവാനും നമ്മൾ തമ്മിലുള്ള അന്തരം. So child Parikshit was not observing a living being who is limited by time and space. There is a gulf of difference between the Lord and the individual living being. The Lord is mentioned herein as the supreme living being, unlimited by the time and space. ഭഗവാൻ ഒരിക്കലും ഒരു ഒരു നിയമത്തിന്റെയും അധീനത്തിൽ വരുന്നില്ല, ഒരു സമയത്തിന്റെയും അധീനത്തിന് വരുന്നില്ല. എവിടെ വേണമെങ്കിൽ, ഈവൻ എന്തിനു ഭഗവാന്റെ ഭക്തന്മാരും അങ്ങനെയായിരുന്നു. നാരദ മഹർഷിക്ക് ഫ്രീ ട്രാവലാണ്, എവിടെ വേണമെങ്കിൽ പോവാം. വൈകുണ്ഠത്തിൽ വേണമെങ്കിൽ പോവാം, ഏത് മെറ്റീരിയൽ യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ പോവാം. ആരും അവിടെ ചെക്ക് ചെയ്യില്ല. ഈവൻ കംസന്റെ അടുത്തും പോവാം, ദ്വാരകയിലും പോവാം, അല്ലെ സ്പിരിച്വൽ വേൾഡ് ലക്ഷ്മിജിയുടെ അടുത്തും പോവാം, എവിടെ വേണമെങ്കിൽ പോവാം. അതേപോലെ അതായത് ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് തന്നെക്കാളും കൂടുതൽ ഫ്രീഡം കൊടുത്തിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ഫെയ്ത്ത്ലെസ് ആൾക്കാർക്ക്, ഇതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഡു നോട്ട് ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ദ ഹോളി നെയിം എന്നാണ് വൺ ഓഫ് ദ 10 offenses, അല്ലെ? ഡു നോട്ട് ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ദ ഹോളി നെയിം. പക്ഷേ നമ്മുടെ ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാർ എന്താണ്, ആ റിസ്ക്കും കൂടി എടുക്കുന്നു. അതായത് ഫെയ്ത്ത്ലെസ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ട്രൈ ചെയ്യുന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. എങ്ങനെയെങ്കിലും അവർ കൃഷ്ണാവബോധത്തിൽ വന്നാൽ അവർ രക്ഷപ്പെടുമോ അല്ലോ വിചാരിച്ചിട്ട് അവർ ആ റിസ്ക്കും കൂടി എടുത്തിട്ട് ദേ ഗോ ഫർദർ. ഭഗവാൻ പറഞ്ഞതിനേക്കാളും അപ്പുറത്ത് പോയിട്ട്, അതാണ് അവരുടെ മാഗ്നാനിമറ്റ്, അല്ലെ? ഭഗവാനെക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഭഗവാന്റെ ഭക്തന്മാർ. സോ ലോർഡ് ഈസ് മെൻഷൻ ഹിയറിൻ ആസ് എ സുപ്രീം ലിവിംഗ് ബീയിങ്, unlimited by time and space. Every living being is limited by time and space. അപ്പൊ നമ്മള് ജീവാത്മാക്കള് we are limited, infinitesimal. നമ്മള് സമയത്തിന്റെയും പിന്നെ പരിസ്ഥിതിയുടെയും എല്ലാത്തിന്റെയും അധീനത്തിലാണ്. Even though a living being is qualitatively one with the Lord, quantitatively there is a great difference between the supreme soul and the common individual soul. അപ്പൊ നമ്മളുടെ ഫിലോസഫി, നമ്മുടെ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അചിന്ത ഭേദ അഭേദ തത്വമാണ്. സൈമിൾട്ടേനിയസ്ലി വൺ ബട്ട് ഡിഫറെന്റ്. എന്താണ് ആ വൺനെസ്? നമ്മുടെ ക്വാളിറ്റിയില് ഭഗവാനും തുല്യമാണ്. സെയിം ക്വാളിറ്റി, സച്ചിദാനന്ദം. ആത്മാവിന്റെ കാര്യം പറയുന്നത് ശരീരത്തിന്റെ അല്ല. പക്ഷെ ഭഗവാൻ 100% ആണ്, നമ്മൾ മൈന്യൂട്ടാണ്. ഈസ് ഗ്രേറ്റ്, നമ്മൾ അണുവാണ്, ഭഗവാൻ വിഭുവാണ്, അല്ലെ? അപ്പൊ ആ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഫിലോസഫിനെ ചൈതന്യ മഹാപ്രഭു മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്ന്, 4 വൈഷ്ണവ സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, അതായത് ബ്രഹ്മമാധവ, ഗൗഡി സമ്പ്രദായം. അപ്പൊ ഈ മറ്റ് 3 സമ്പ്രദായങ്ങളിൽ നിന്നും ഈ 2 പ്രിൻസിപ്പിൾസ് എടുത്തിട്ടാണ് ഈ അചിന്ത്യ ഭേദ അഭേദ തത്വം നമുക്ക് തന്നിരിക്കുന്നത്, പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. Now, there's a great difference between the Supreme Soul and the common individual soul. In the Bhagavad Gita, both the living beings and the Supreme Being are said to be all-pervading. Yana sarvam idam tadam. Yet there is a difference between these 2 kinds of all-pervasiveness. A common living being or a soul can be all-pervading within its own limited body, but the Supreme living being is all-pervading in all space and time. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആ പെർവേസീവ്നെസ്, നമ്മളുടെ കോൺഷ്യസ്നെസ്, നമ്മളുടെ ആ ചേതന എവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ട് നമ്മളുടെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്ത്, ബോഡി കഴിഞ്ഞാൽ ആ ഒരു പരിസരത്ത് മാത്രം നമ്മുടെ ചേതന നിറഞ്ഞു നിൽക്കുന്നു. മാക്സിമം നമ്മുടെ ബോഡിയില് അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്ത്, അതിനുപരി പോവില്ല, അല്ലേ? പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണങ്ങളിലുണ്ട്. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലും പുതിയ ലോകത്തിലും എവിടെ ഏതൊരു ആറ്റമിൽ എന്ത് സംഭവിക്കുന്നു അത് ഭഗവാൻ അറിയും. കാരണം വെച്ചാൽ എല്ലാറ്റിലും എല്ലാ അണുക്കളിലും ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തില് പ്രസന്ന. അത് ചരാചരങ്ങളിലും
ജീവിക്കുന്ന ജീവാത്മാക്കളും അല്ലാത്തതിലും എല്ലാത്തിലും ഉണ്ട്. A common living being cannot extend its influence over another common living being by its all pervasiveness, but the super soul, the personality of Godhead, is unlimitedly able to exert his influence over all places and all times and over all living beings. And because he is all pervasive, unlimited by time and space, he can appear even within the womb of the mother of the child Parikshit. അപ്പൊ ഈ കാരണം കൊണ്ട് he is unlimited by time and space. അതുകൊണ്ട് ഈവൻ പരീക്ഷിത് മഹാരാജാവിന്റെ അമ്മയുടെ ഉദരത്തിലും ഭഗവാൻ അവിടെ സന്നിധാന അവിടെ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ആ ബ്രഹ്മാസ്ത്രം വന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ്ലി ഉത്തര പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ ആ കാര്യം കഴിഞ്ഞു, അപ്പൊ തന്നെ അദൃശ്യനുമായി അപ്രത്യക്ഷപ്പെട്ടു അല്ലേ? അപ്പോ ഭഗവാൻ അവിടെ ഇല്ലാന്നാണോ അർത്ഥം? ഇല്ല, ഭഗവാൻ അവിടെ ഉണ്ട്. നമ്മളുടെ വിഷയിൽ നിന്ന് മാറിയെന്നുള്ളൂ. ഭഗവാൻ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളുടെ വിഷയിൽ നിന്നും മാറി അത്രയേ ഉള്ളൂ. അപ്പൊ ആ പരീക്ഷിത് മഹാരാജുവിനെ രക്ഷിച്ചത് എങ്ങനെ ഉദാഹരണം പറയുന്നത്? എങ്ങനെയാണ് സൂര്യഭഗവാൻ മഞ്ഞുതുള്ളികളെ ബാഷ്പീകരിക്കുന്നത്, അതേപോലെയാണ് ആ തേജസ്സിനെ, ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ്സിനെ ഇല്ലാതാക്കിയത്, കൗണ്ടറാക്ട് ചെയ്തത്. അങ്ങനെ പരീക്ഷിത് മഹാരാജുവിനെ പ്രൊട്ടക്ട് ചെയ്തു. So he is mentioned herein as a protector of righteous. ധർമ്മം പാലിക്കുന്നവരെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യും. അധർമ്മികളെ എന്താണ് ചെയ്യാ? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. അല്ലേ? അവരെ ഡിസ്ട്രോയ് ചെയ്യും, അവരെ നശിപ്പിക്കും. അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ വന്നപ്പോ അവരെ ഫിസിക്കലി നശിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു വന്നപ്പോ എന്താണ് ചെയ്തത്? അതാണോ ചെയ്തതല്ല? എന്താണ് വ്യത്യാസം? രണ്ടുപേരും നശിപ്പിച്ചു, ഡിസ്ട്രോയ് ചെയ്തു. ഭഗവാൻ ഫിസിക്കലി അവരെ നശിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തത്? കാരുണ്യം കാണിച്ചു. എങ്ങനെ? അവര് ചൈതന്യ മഹാപ്രഭു നശിപ്പിച്ചു. എന്താണ് നശിപ്പിച്ചത്? അവരുടെ ഉള്ളിലുള്ള അവരുടെ സിൻഫുൾ ടെൻഡൻസിയെ നശിപ്പിച്ചു. അല്ലേ? രണ്ടുപേരും ഡിസ്ട്രോയ് ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ ഫിസിക്കലി he has destroyed. വിനാശായ ചതുഷ്കൃത. ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്തു? ചൈതന്യ മഹാപ്രഭു നമ്മുടെ ഉള്ളിലുള്ള ആ ഡെമോണിക് ടെൻഡൻസി, സിൻഫുൾ ടെൻഡൻസി, അല്ലെ, അതിനെ നശിപ്പിച്ചു. നമ്മളെല്ലാവരും ഉള്ളിലെ ഒരു ഗുഡ് ഡോഗുണ്ട്, ഒരു ബാഡ് ഡോഗുണ്ട്. ഓക്കെ, ആ ബാഡ് ഡോഗിനെ നശിപ്പിച്ചു. നമ്മളുടെ അനർത്ഥങ്ങളെ നശിപ്പിച്ചു. കാമക്രോധ ലോഭ മോഹമതം ആശ്ചര്യം, അതിനാണ് നശിപ്പിക്കുന്നത്. എന്നിട്ട് ശുദ്ധ ഭക്തന്മാരാക്കി. ചൈതന്യ മഹാപ്രഭു ആരെല്ലാം കണ്ടു അവിടെ എല്ലാം എല്ലാവരെയും കൊണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിച്ചു. അവരെല്ലാം ശുദ്ധ ഭക്തന്മാര്. ആരൊക്കെ മീറ്റ് ചെയ്തു ചൈതന്യ മഹാപ്രഭു, അവരെല്ലാം ഭക്തന്മാരായി. അവരെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഭഗവാന്റെ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനോടും നിത്യാനന്ദ പ്രഭുവിനോടാണ് പറഞ്ഞത്. എല്ലാ വീട്ടിലും പോയിട്ട് എല്ലാവരോടും പറയൂ, റിക്വസ്റ്റ്, എല്ലാവരോടും അപേക്ഷിക്കാൻ, ഹരി ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ചൊല്ല. ഇത് മാത്രമേ കലികാലത്തിൽ നമുക്കൊരു മരുന്നുള്ളൂ. ദിസ് ഓൺലി റെമഡി. വേറെ യാതൊരു മരുന്നും ഫലിക്കില്ല. ഒറ്റമൂലിയാണത്. അല്ലെ? ഇത് ചൊല്ലിയാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ ചേതന ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ കോൺഷ്യസ്നെസ് ശുദ്ധീകരിച്ച എന്താണ്? അപ്പൊ നമ്മളുടെ തോട്ട് പ്രോസസ്സ്, നമ്മളുടെ ചിന്ത, ഇതെല്ലാം ശുദ്ധീകരിക്കും. ചിന്ത, തോട്ട്സ് പ്യൂരിഫൈ ചെയ്താൽ നമ്മളുടെ സ്പീച്ച് പ്യൂരിഫൈ ആവും. സ്പീച്ച് പ്യൂരിഫൈ ആയാൽ നമ്മുടെ ആക്ടിവിറ്റീസ് പ്യൂരിഫൈ ആവും. അങ്ങനെ നമ്മുടെ എക്സിസ്റ്റൻസിനെ പ്യൂരിഫൈ ആവും. അപ്പൊ ഹരേ കൃഷ്ണ മന്ത്രം അത് ഇറ്റ് മേക്സ് വണ്ടേഴ്സ്. നമുക്ക് അറിയില്ല, വളരെ സട്ടിൽ ലെവലാണ് നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുക. നമ്മളുടെ സിൻസിയറിറ്റി, അപരാധമില്ലാണ്ട് വളരെ സിൻസിയറിറ്റിയോടുകൂടി നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട്, നമ്മളുടെ എഫർട്ട് അല്ല, ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം നശിക്കും. സോ ഹീസ് മെൻഷൻ ഹിയർ ഇൻ ആസ് എ പ്രൊട്ടക്ടർ ഓഫ് റൈറ്റിയസ്. അപ്പൊ നമ്മള് ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. ധർമ്മം നമ്മളെ രക്ഷിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ രക്ഷിക്കും.
Anyone who is a surrendered soul unto the Supreme is righteous and is specifically protected by the Lord in all circumstances. The Lord is the indirect protector of the unrighteous also, for he rectifies their sins through his external potency. അപ്പോ ഭഗവാൻ ധർമ്മം പാലിക്കുന്നവരെ മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, ധർമ്മം പാലിക്കാത്തവരെ പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെയാണ്? വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നത്, the Lord is the indirect protector of the unrighteous also, for he rectifies their sins. അവരുടെ പാപങ്ങളെ റെക്ടിഫൈ ചെയ്യും. എന്നിട്ട് ത്രൂ എക്സ്റ്റേണൽ എനർജി, മായാശക്തി മുഖേന അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? വേണ്ടുന്ന പണിഷ്മെന്റ് കൊടുത്തിട്ട്, വേണ്ടുന്ന ഇൻസ്പിറേഷൻ കൊടുത്തിട്ട്, വേണ്ടുന്ന കറക്ഷൻ കൊടുത്തിട്ട്. ഇപ്പോ മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനമ്മ എങ്ങനെയാണ് അവരെ കറക്റ്റ് ചെയ്യുക? ചിലപ്പോൾ ശിക്ഷിക്കും അല്ലെ? ആ ശിക്ഷിച്ചിട്ട് അവരെ കറക്റ്റ് ചെയ്യാൻ നോക്കും. അതേപോലെ തൻ്റെ മായാശക്തിയെ, തൻ്റെ എക്സ്റ്റേണൽ എനർജിയെ ഉപയോഗിച്ചിട്ട് ഭഗവാൻ അവരെ കറക്റ്റ് ചെയ്യുന്നു, അവരുടെ പാപകർമ്മങ്ങളെ നശിപ്പിക്കുന്നു, എന്നിട്ട് നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്നു. ഈവൻ ഒരു എന്തെങ്കിലും കുറ്റം ചെയ്ത ആൾക്കാരെ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? അവരെ ജയിലിൽ അടയ്ക്കുന്നു, എന്നിട്ട് അവരെ അവിടെ റിഫോം ചെയ്യുന്നു. റിഫോം ചെയ്ത ശേഷം നല്ല സിറ്റിസൺ ആയാൽ അവരെ പുറത്തേക്ക് വിടുന്നു. അതാണ് ആക്ച്വലി ജയില്. ഗവൺമെന്റ് അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യാണ്, റിഫോം ചെയ്യാണ് ജയിലിൽ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ റിഫോം ചെയ്യേണ്ട സ്ഥലമാണ് ജയില്. അതേപോലെ ഈ ഭൗതിക ലോകം എന്താണ്? നമ്മളെ റിഫോം ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പൊ ഈവൻ നമ്മളെ എന്തെങ്കിലും നമ്മുടെ ഒരുപാട് പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നത്, ഇതിനെല്ലാം കറക്റ്റ് ചെയ്യാനും നമ്മളെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ശിക്ഷിച്ചിട്ടോ നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ഏജൻസിയാണ് ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി മായ. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാരെ മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, അഭക്തന്മാരെയും ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷെ അതിന്റെ രീതി ഒന്ന് വേറെ ഒന്ന് മാത്രം. So, for he rectifies their sins through his external potency. The Lord is mentioned herein as one who is dressed in the 10 directions. This means dressed with garments of 10 sides, up and down. എല്ലാ ഡയറക്ഷനിലും ഭഗവാൻ ഉണ്ട്. All the 10 direction. He is present everywhere and can appear and disappear at his will from everywhere and anywhere. അദ്ദേഹം എല്ലാ ദിക്കിലും ഉണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം, എപ്പോൾ വേണമെങ്കിൽ അപ്രത്യക്ഷപ്പെടാം. ഭഗവാനെ കാണാനുള്ള ആ ഇന്ദ്രിയങ്ങൾ തന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. അർജുനന് ഭഗവാന്റെ വിരാട് രൂപത്തിനെ കാണാനുള്ള ആ ഒരു വിഷൻ കൊടുത്തു അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റിയില്ല. നമുക്ക് എന്താണ് കാണാൻ പറ്റുക? നമുക്ക് ഭഗവാന്റെ അർച്ചവിഗ്രഹത്തിനെ കാണാം. ഭഗവാന്റെ അർച്ചവിഗ്രഹവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ബോത്ത് ആർ സെയിം, ഐഡന്റിക്കൽ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ആ കപ്പാസിറ്റി ഉള്ളൂ. സോ ഹിസ് ഡിസപ്പിയറൻസ് ഫ്രം ദ സൈറ്റ് ഓഫ് ദ ചൈൽഡ് പരീക്ഷിത് ഡസ് നോട്ട് മീൻ ദാറ്റ് ഹി അപ്പിയർഡ് ഓൺ ദ സ്പോട്ട് ഫ്രം എനി അതർ പ്ലേസ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതായത് ഭഗവാന്റെ അപ്പിയറൻസും ഡിസപ്പിയറൻസും എന്താണ്? വേറെ സ്ഥലത്ത് നിന്ന് ഉത്തരയുടെ ഉദരത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഉത്തരയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാന്നല്ല. സോൾ ദർ ഇറ്റ് സെൽഫ്, അവിടെ തന്നെ സംഭവിച്ചാണ്. ഹി വാസ് പ്രസന്റ് ദർ ആൻഡ് ഈവൺ ആഫ്റ്റർ ഹിസ് ഡിസപ്പിയറൻസ് ഹി വാസ് ദർ. എവിടേക്കും പുറത്ത് പോയിട്ടില്ല, പക്ഷെ നമ്മളുടെ വിഷനിൽ നിന്ന് അപ്രത്യക്ഷമായി, അത്രയേ ഉള്ളൂ. ഓൾദോ ഇൻവിസിബിൾ ടു ദ ഐസ് ഓഫ് ദ ചൈൽഡ്, the material covering of the effulgent firmament is also something like a womb of the mother nature, and we are all put into the womb of the Lord, the father of all living beings. ഒരു നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഒരു ശിശു അമ്മയുടെ ഗർഭപാത്രത്തില്, വൂമ്പില്, അതേപോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കള് ഈ വലിയ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ്. ഏതാണ്? മദർ നേച്ചർ. This universe is a womb for all of us. അല്ലേ? ഈ ബ്രഹ്മാണ്ടം അതൊരു മെറ്റീരിയൽ വൂമ്പാണ്. എങ്ങനെ ശിശുക്കള് അമ്മയുടെ ഉദരത്തിലാണോ, അതേപോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളെ ഈ വലിയ
അതായത് യൂണിവേഴ്സ്, ആ യൂണിവേഴ്സ് എന്താ ബോംബാണ്. അപ്പൊ അതിന്റെ ഉള്ളിലാണ്. അപ്പൊ അതിന്ന് നമ്മൾ പുറത്ത് കിടക്കണം. ഇപ്പൊ അതിന്റെ ഉള്ളിലാണ് വളരെ ബുദ്ധിമുട്ടിയിട്ട്. എങ്ങനെ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തില് വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ജീവിക്കുന്നു, അതേപോലെ നമ്മളും ഇപ്പോ ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഇതിനൊരു നിവാരണം വേണമെന്നെങ്കിൽ നമുക്ക് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഭഗവാന്റെ കരുണ വേണം. ഭഗവാന്റെ കരുണ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മറികടക്കാൻ ബുദ്ധിമുട്ടാണ്. And so the father of all living beings, he is present everywhere, even in this material womb of Mother Durga. Material womb ഏതാണ്? യൂണിവേഴ്സ്. ആരാണ് മദർ? ദുർഗ. And those who are deserving can see the Lord. അപ്പോ നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, നമ്മൾ ഭഗവാൻ എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയിലെ മറ്റ് ഗ്രന്ഥങ്ങളിലെ അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിന് യോഗ്യത ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടില്ല. ഇവിടെ പരീക്ഷിത് മഹാരാജന് അതിന് യോഗ്യത ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനാണ്, ഭക്തന്മാരുടെ കുടുംബത്തിലെ വംശജനാണ്. അതുമല്ല, ഭഗവാന്റെ ലീലയുടെ ഒരു ഭാഗം കൂടിയാണ്. ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടണം. ആ ലീലയുടെ ഒരു ഭാഗം കൂടി ആയതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്തു ഭഗവാൻ. ടെക്സ്റ്റ് 12. തഥാ സർവഗുണോദർക്കേ സാനുകൂലാ ഗ്രഹോദയേ ജജ്ഞേ വംശധരാ പാണ്ഡോർ ഭൂയ പാണ്ഡോർ വിവൗജസാ. തഥാ സർവഗുണോദർക്കേ സാനുകൂലാ ഗ്രഹോദയേ ജജ്ഞേ വംശധരാ പാണ്ഡോർ ഭൂയ പാണ്ഡോർ വിവൗജസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതി വാസുദേവായ. സർവഗുണോദർക്കേ സാനുകൂലഗ്രഹോദയേ ജജ്ഞേ വംശധര പാണ്ഡോർഭൂയ പാണ്ഡുരിവൗജസാ. വിവർത്തനം അവർത്തമേ ശീലപ്രഭാതി ജയ്. വിവർത്തനം. അനന്തരം രാശിചക്രത്തിലെ ശുഭസൂചനകളെല്ലാം ക്രമേണ വെളിപ്പെട്ടപ്പോൾ ശൗര്യത്തിൽ തികച്ചും പാണ്ഡുവിന് സമാനനാകാൻ പോകുന്ന അദ്ദേഹത്തിന്റെ അനന്തരാവകാശി ജന്മമെടുത്തു. ഹരേ കൃഷ്ണ. Thereupon, when all the good signs of the zodiac gradually evolved, the heir apparent of Pandu, who would be exactly like him in prowess, took birth. അപ്പൊ അതിനുശേഷം ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്തു പരീക്ഷത്തിന്. അതിനുശേഷം എല്ലാ കോൺസ്റ്റലേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു മംഗളമായിട്ടുള്ള ഒരു പൊസിഷൻ വന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവിന്റെ ജനനം. ഇപ്പോൾ ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പക്ഷെ മുഴുവൻ ക്ലിയർ അല്ല. സിസ്റ്റം കാണിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട് പ്രഭു. കുറച്ച്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ. ഓക്കെ ആണോ?
കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് പ്രഭു, കുറച്ച്. എന്നാലും ഉണ്ട്. ഇല്ല പ്രഭു, ബ്രേക്ക് ആയി പോകുന്നുണ്ട്. എല്ലാരും വീഡിയോ ഓഫ് ചെയ്താലോ? എല്ലാരും വീഡിയോ ഓഫ് ആക്കിയാലോ പ്രഭു? ശരിയാവില്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഓക്കെ ആണോ? ഓക്കെ പ്രഭു, ഓക്കെ. ഓക്കെ ആണോ? ആ. So therefore, when all good signs of the zodiac calculable, the heir apparent of Pandu would be exactly like in Proverbs. അപ്പോൾ അതിനുശേഷം പരീക്ഷിത് മഹാരാജ ജനിച്ചു. എക്സാക്ട്ലി പാണ്ഡുവിനുള്ള ശക്തിമാനായിട്ടുള്ള ശരിയായില്ല പരീക്ഷിത് മഹാരാജ. ശരിയായില്ല. ശരിയല്ല? ബ്രേക്ക് ആയി പോകുന്നുണ്ട് പ്രഭു ഇപ്പൊ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ ഇപ്പൊ രാമ ശരിയായി. ഹരേ. ശരിയായോ? ശരി. ആ ഓക്കെ, ശരി. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എല്ലാ കോൺസ്റ്റലേഷനും അതിൻ്റെതായിട്ടുള്ള ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയം എത്തിയപ്പോ പരീക്ഷിത് മഹാരാജ് ജനിച്ചു. ഇന്നത്തെ കാലത്ത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉള്ള സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക? നല്ല നാളൊക്കെ നോക്കിയിട്ട് സിസേറിയൻ ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടിയെ പുറത്തെടുക്കും, അല്ലേ? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ കുട്ടിയുടെ കർമ്മം എന്താണ്? അതന്നെ സംഭവിക്കുള്ളൂ. നമ്മുടെ ഏത് സമയം നമ്മള് പ്രകൃതിയുടെ അതിനെ ഇന്റർഫിയർ ചെയ്താലൊന്നും കാര്യം നടക്കില്ല. നല്ല നാളിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് പ്രീപോൺ ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാം ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നടക്കില്ല. ആ ഒരു കുട്ടിയുടെ കർമ്മം എന്താണോ അതേ സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഈ പ്രകൃതിയുടെ ആ ഒരു ഫ്ലോ അതിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്താലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അത് പ്രകാരമാണ് എല്ലാം നടക്കുള്ളൂ. അപ്പൊ അവിടെ ആ ഒരു എല്ലാ ഓസ്പീഷ്യസ് സയൻസ് ലക്ഷണങ്ങളും ഒത്തു വന്നപ്പോ, ആ കോൺസ്റ്റലേഷൻ എല്ലാം ശരിക്കും വന്നപ്പോ അത് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ ഇച്ഛപ്രകാരം ആ കുട്ടിയുടെ ജനനം നടന്നു. സോ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് ഓഫ് stellar influences upon a living being are not suppositions but are factual as confirmed in Srimad Bhagavatam. അപ്പൊ ഈ കോൺസ്റ്റലേഷന്റെ പൊസിഷനും ആസ്ട്രോളജിയും ആസ്ട്രോണമിയും ഇതൊന്നും ഇത് കെട്ടുകഥകളല്ല, സൂപ്പർസ്റ്റിഷൻസ് അല്ല, ഇത് ഫാക്ച്വൽ ആണ്. ശ്രീമദ് ഭാഗവതം ഇതിനെ പറയുന്നുണ്ട്, ശരിയാണെന്ന് പറയുന്നുണ്ട്. Every living being is controlled by the laws of nature at every moment, at every minute, just as a citizen is controlled by the influence of the state. എങ്ങനെ നമ്മൾ ഒരു സിവിൽ ലോസിന്റെ അധീനത്തിൽ പെടുന്നു, അതേപോലെ മെറ്റീരിയൽ ലോസ്, യൂണിവേഴ്സൽ ലോസിന്റെ അധീനത്തിൽ നമ്മളെല്ലാവരും. Being subtle to our the state laws are grossly observed, but the laws of material nature being subtle to our gross understanding cannot be experienced grossly. State laws gross ആണ്, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളൊരു തെറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നമ്മളെ പോലീസ് പിടിച്ചു, ശിക്ഷിച്ചു, അല്ലെങ്കിൽ ജയിലിലടച്ചു, നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മെറ്റീരിയൽ ലോസ് നമുക്ക് കാണാൻ പറ്റില്ല, സട്ടിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അത് ഏത് കർമ്മത്തിന്റെ കാരണമാണ് നമുക്ക് പറയാൻ പറ്റില്ല, സട്ടിലാണ്. ഒരുപാട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഒരുപാട് തെറ്റുകുറ്റങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ. അപ്പൊ ഏത് തെറ്റിന്റെ, ഏത് പാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വളരെ സട്ടിലാണ്. അതുകൊണ്ട് പ്രകൃതി നിയമത്തെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി വെരി ഇൻട്രിക്കേറ്റ്. ഞാൻ മോഷണം ചെയ്തു, എന്നെ പോലീസ് പിടിച്ചു, എന്നെ ശിക്ഷിച്ചു, അതെനിക്കറിയാം. എന്തുകൊണ്ടാണ് എന്നെ ജയിലടച്ചത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഗ്രോസ് ആണ്. പക്ഷേ ഇന്ന് എനിക്ക് അസുഖം വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നു, ഏത് തെറ്റിന്റെ കാരണത്തിലാണ് ഞാൻ അത് അനുഭവിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഇൻട്രിക്കേറ്റ്. കർമ്മ ഈസ് വെരി ഇൻട്രിക്കേറ്റ്. അത് മനസ്സിലാക്കാൻ പറ്റില്ല, വളരെ സട്ടിലാണ്. അതാണ് ഇവിടെ പ്രഭുപാദ ക്ലിയർ ആയിട്ട് പറയുന്നത്. ആസ് സ്റ്റേറ്റഡ് ഇൻ ഭഗവത്ഗീത 3.9, every action of life produces another reaction, which is binding upon us, and only those who are acting on behalf of Yajna Vishnu are not bound by reaction. എന്താണ് ശ്ലോകം? യജ്ഞാർത്ഥം കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന, അല്ലേ? ഓരോ കർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഭഗവാൻ വിഷ്ണുവിന് ചെയ്യുന്ന യജ്ഞം, ആ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞത്തിന് കർമ്മബന്ധനം ഇല്ല. ബാക്കി എല്ലാം റിയാക്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മത്തിനും നമുക്ക് റിയാക്ഷൻസ് ഉണ്ട്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. യജ്ഞാർത്ഥം കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം. So those who are acting on behalf of Yajna Vishnu are not bound by reaction. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഭഗവാൻ യജ്ഞം ചെയ്യുന്നു. ഏതൊരു കർമ്മവും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന് നമുക്ക് കർമ്മമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, യത് കരോസി യത് തസ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗദയ തത് കുരുഷ്വ മദർപ്പണം. എല്ലാം എന്നെ അർപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കർമ്മബന്ധനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. Our actions are judged by the higher authorities, the agents of the Lord, and thus we are awarded bodies according to our activities. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും ദിശകള് സാക്ഷ്യം വഹിക്കുന്നു, ഡെമിഗോഡ്സ് സാക്ഷ്യം വഹിക്കുന്നു, പരമാത്മാവ് സാക്ഷ്യം വഹിക്കുന്നു, എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ആരും കാണുന്നില്ല. റൂമിൽ ആരുമില്ല, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഒരാൾക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല. ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഡെമിഗോഡ്സ് ഇവരെല്ലാം ഭഗവാന്റെ ഏജൻസ് ആണ്. ഇവരെല്ലാം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്ന പോലും അവർക്കറിയാം, ഭഗവാൻ അറിയാം, ഭഗവാന്റെ ഏജൻസിന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാളെയും കബളിപ്പിക്കാൻ പറ്റില്ല. The law of nature is so subtle that every part of our body is influenced by the respective stars, and a living being obtains his working body to fulfill his terms of imprisonment by the manipulation of such a astronomical difference. അപ്പോൾ നമ്മളുടെ ഓരോ അവയവങ്ങളും, ഓരോ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളും ഓരോ പെർട്ടിക്കുലർ സ്റ്റാറാണ് അതിന്റെ അധിപൻ. അതേപോലെ ഓരോ ഡെമിഗോഡും ഉണ്ട് നമ്മളുടെ ഓരോ അവയവത്തിനും. അപ്പൊ ഇവരെല്ലാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ മറികടന്ന് അവരെ കബളിപ്പിച്ച് നമുക്ക് എന്തും ചെയ്യാം എന്ന് വിചാരിക്കേണ്ട എന്നാണ് പറയുന്നത്. Man's destiny is therefore ascertained by the birth time constellation of stars, and a factual horoscope is made by a learned astrologer. അപ്പൊ നമ്മളുടെ ആ ബർത്ത് ടൈമും അതിന്റെ ഹോറോസ്കോപ്പ് ഗ്രഹനിലയൊക്കെ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ആ ജന്മത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആസ്ട്രോളജിക്ക് ഉണ്ട്. പക്ഷെ അതിന് പറ്റിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആസ്ട്രോളജർ വേണമെന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ എക്സ്പേർട്ട് ആസ്ട്രോളജർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ്. കൂടുതൽ ആൾക്കാർ, എല്ലാവരും പറയാൻ പറ്റില്ല, കൂടുതൽ ആൾക്കാരും എന്തിനാണ്? പൈസയാണ് മുഖ്യം. അവർക്ക് ശരിക്കും ആ എക്സ്പെർട്ടീസ് ഇല്ല. അങ്ങനെ വളരെ വിരൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അവര് തീർച്ചയായിട്ടും ആ ഡെസ്റ്റിനി, ആ ആസ്ട്രോളജിക്കൽ ചാർട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും എന്തായിരിക്കും. പക്ഷെ ഒരു ഭക്തനായിട്ട് മാറിയാൽ അവരുടെ ഇതെല്ലാം മാറും ചെയ്യും. പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് ഒരു ഭക്തനായിട്ട് മാറിയാൽ ആ ആസ്ട്രോളജി അവിടെ നടക്കൂല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സയൻസ് ആൻഡ് മിസ്യൂസ് ഓഫ് എ സയൻസ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് യൂസ്ലെസ്. അപ്പൊ അതിനെ നമ്മൾ ദുരുപയോഗിച്ചാൽ അത് സയൻസ് അല്ലാതെ ആവുന്നില്ല. Maharaja Parikshit, or even the personality of Godhead, appear in certain constellations of good stars, and thus the influence is exerted upon the body thus born at an auspicious moment. Parikshit Maharajum, even Bhagwan Krishnan Swayam, അങ്ങനെ
നല്ല ഒരു ഓസ്പീഷ്യസ് കോൺസ്റ്റലേഷന്റെ സമയത്താണ് ജനിച്ചിരിക്കുന്നത്. The most auspicious constellation of stars takes place during the appearance of the Lord in this material world, and it is specifically called Jayanti. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ജനിക്കുമ്പോൾ അപ്പോൾ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭഗവാനും ഭഗവാന്റെ അവതാരങ്ങളും ഇവിടെ വരുമ്പോൾ അതിനെ ജയന്തി എന്ന് പറയുന്നു. അല്ലെ, നമ്മൾ പറയാറുണ്ടോ നമ്മളുടെ ജയന്തിയാണെന്ന്? നമ്മളുടെ ബർത്ത്ഡേ, പിറന്നാള്, നമ്മൾ ജയന്തി അല്ല. പക്ഷെ ഭഗവാന്റെയും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരെയും ജയന്തി എന്ന് പറയാൻ പറ്റും. മറ്റൊരു മോട്ടൽ, അതായത് ബദ്ധാത്മാക്കളുടെയും ജയന്തി പറയുന്നതിന് അർത്ഥമില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന് അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ജയന്തി ശുദ്ധഭക്തനായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാനായിരിക്കണം, ഭഗവാന്റെ അവതാരങ്ങളായിരിക്കണം. എ വേർഡ് നോട്ട് ടു ബി അബ്യൂസ് ഫോർ എനി അതർ പർപ്പസസ്. അങ്ങനെ വല്ലവരും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അബ്യൂസ് ചെയ്യണം. Maharaja Parikshit was not only a great Kshatriya emperor, but also a great devotee of the Lord. Thus, he cannot take his birth at any inauspicious moment. അങ്ങനെ ഒരു ഗ്രേറ്റ് ഡിവോട്ടിയാണ്, ശുദ്ധഭക്തനാണ്. അതുകൊണ്ട് ഒരു അമംഗളമായിട്ടുള്ള സമയത്ത് അവരുടെ ജനനം ഉണ്ടായിരിക്കില്ല. As a proper place and time is selected to receive a respectable personage, so also to receive such a personality of Maharaja Parikshit was especially cared for by the Supreme Lord. A suitable moment is chosen when all good stars assemble together to exert their influence upon the king. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗ്രഹങ്ങളെല്ലാം വേണ്ടുന്ന പൊസിഷനിൽ വന്ന് നിൽക്കും. ഒരു നല്ല ഭക്തൻ ജനിക്കുമ്പോൾ, ഭഗവാൻ ജനിക്കുന്ന സമയത്തും തന്നെ ആ കോൺസ്റ്റലേഷൻ എല്ലാം റീ അഡ്ജസ്റ്റഡ് ടു മേക്ക് ഇറ്റ് ഓസ്പീഷ്യസ്. അതാണ് സംഭവിക്കുന്നത്. അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയത്ത്. So this suitable arrangement of astral influences is never a creation of man's will, but is the arrangement of the superior management of the agency of the Supreme Lord. Of course, the arrangement is made according to the good or bad deeds of the living being. നമ്മളെല്ലാം നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് സമയത്ത് ജനിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ സമയം, ജനന സമയം ഓസ്പീഷ്യസ് ആയിരിക്കും. അല്ല, ഫോർ എക്സാമ്പിൾ ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു ജനിച്ച സമയത്ത് എല്ലാം ബാഡ് ഓമൻ അല്ലേ? എല്ലാം ബാഡ്. ഈവൻ എന്തിനാ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എല്ലാം ബാഡ് ഓമൻസ്. അത് എത്രയോ 100 years എത്രയാണ് ഗർഭപാത്രത്തിൽ ഇരുന്നിരിക്കുന്നല്ലേ? ഹിരണ്യാക്ഷ, ഹിരണ്യകശിപു ഒക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്ക് ആണ്, 100 years ഒക്കെയാണ്. അപ്പൊ തന്നെ എല്ലാ അമംഗളമായിട്ടുള്ള കാര്യങ്ങളും വളരെ വളരെ ഇതായിട്ടുള്ള ബാഡ് ഓമൻസ് ആണ് കണ്ടിരുന്നത്. സോ ഓൺലി ബൈ pious acts can one be allowed to get good acts performed by the living being. Only by pious acts can one be allowed to get good wealth, good education and beautiful features. അപ്പൊ നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റില് സത്കർമ്മങ്ങളുടെ ക്രെഡിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല ധനികരുടെ വീട്ടിലോ നല്ല വിദ്യാഭ്യാസം, ഗുഡ് ബോഡ്ലി ഫീച്ചേഴ്സ് ഇതൊക്കെ കിട്ടുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാമോ പാപകർമ്മങ്ങൾ ഏതെല്ലാം ജന്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് അനുഭവിച്ച് തീർന്നിട്ടില്ല. ആ അക്കൗണ്ട് 0 ആയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ, സിറ്റുവേഷൻ വരാത്തത്. The samskaras of the school of Sanatana Dharma, man's eternal engagement, are highly suitable for creating an atmosphere for taking advantage of good stellar influences, and therefore Garbhadana Samskara, or the first seedling purificatory process prescribed for the higher caste, is the beginning of all pious acts to receive a good, pious and intelligent class of men in human society. അപ്പൊ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും അതിന് വേണ്ടുന്ന സംസ്കാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് പ്രകാരമാണ് നമ്മളെ കൺസീവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നല്ലൊരു പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ ആദ്യത്തെ സംസ്കാരമാണ് ഗർഭധാന സംസ്കാരം. അപ്പൊ ആ ഗർഭധാന സംസ്കാരം അത് ഫോളോ ചെയ്ത് ഭാഗവതം, ഭഗവത്ഗീത എപ്പോഴും വായിച്ച് നല്ല ഭക്തിയോട് കൂടിയിട്ട് ഇരിക്കുന്ന അച്ഛനും അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയും അങ്ങനെ ഒരു ഭക്തനായിട്ട് ജനിക്കും. അല്ലാന്ന് നമ്മള് ഹൊറർ മൂവി കണ്ട്
അങ്ങനെ നമ്മുടെ ഭക്ഷണ രീതി ജങ്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് കുട്ടിയെ ഉദരത്തിൽ 9 മാസം പ്രസവിക്കുന്നതെങ്കിൽ കുട്ടിയും ഹൊററാവും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഗർഭവതിയായിട്ടുള്ള സ്ത്രീകളെ എപ്പോഴും നല്ലത് ചിന്തിക്കണം, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം, ഭഗവത്ഗീത ഭാഗവതം വായിക്കണം. അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് നല്ലൊരു ഭക്തൻ നമ്മുടെ വീട്ടിൽ ജനിക്കും. ആ ഒരു കുട്ടി ഭക്തനായാൽ ഫാമിലിയിലെ എല്ലാവർക്കും ഗുണം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ചീത്ത വിചാരങ്ങളും ചീത്ത പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതേസമയം എപ്പോഴും ഭക്തിയിൽ ഏർപ്പെടണം. ഭഗവത്ഗീത ഭാഗവതം ഇത് പാരായണം ചെയ്യണം, സത്കർമ്മം ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടോ, നല്ല വിദ്യാഭ്യാസം, നല്ല ഐശ്വര്യം, നല്ല ധനം, ഇങ്ങനെയുള്ള നല്ല ഭക്തന്മാരുടെ വീട്ടിൽ ആ കുട്ടി ജനിക്കും. ഒരു കുട്ടി അവരുടെ പേരൻസ് ജനിക്കും. സോ we have stopped. ഗർഭധാരണ സംസ്കാരം. ഓക്കെ. There will be peace and prosperity in the world due to good and sane population only. അങ്ങനെ നല്ല കുട്ടികൾ ജനിക്കണം. സംസ്കാരത്തിലൂടെ, നല്ല സംസ്കാരങ്ങളിലൂടെ നല്ല കുട്ടികൾ ജനിച്ചാൽ അവിടെ എന്തായിരിക്കും? ശാന്തി സമാധാനം ഉണ്ടായിരിക്കും. നല്ല കുട്ടികൾ ജനിച്ച് നല്ല പോപ്പുലേഷൻ ഉണ്ടായാൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. There is hell and disturbance only because of the unwanted insane populace addicted to sex indulgence. അങ്ങനെ ആ സംസ്കാരങ്ങളും ചെയ്യാതെ നമ്മളുടെ വിംസിക്കലി നമ്മൾ പ്രൊജനി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. അവരെല്ലാം എന്തായിരിക്കും? പാപകർമ്മങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികളായിരിക്കും. നല്ല സംസ്കാരം അവർക്കുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ വീട്ടിലും മാത്രമല്ല സൊസൈറ്റിയിലും രാജ്യത്തും എല്ലാം അവരെ ഉണ്ടാവും. there'll be havoc, there'll be disturbance. അങ്ങനെ കുട്ടികൾ ജനിച്ചാൽ ഇവിടെ നമ്മളെപ്പോഴും സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള സംസ്കാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ ഈ ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे। हरि हरि बोल। हरे कृष्णा।